ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന ഇഷിതയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അനുഗ്രഹ ഭയങ്കര സന്തോഷവതിയാണ് കേട്ടോ. അവളുടെ ആഗ്രഹം തന്നെ കേരളത്തിൽ നിന്ന് ഒരുത്തനെ കല്യാണം കഴിക്കണം, കേരളത്തിൽ സെറ്റിൽ ആവണം എന്നൊക്കെയാണ്. അതെ, എന്താ നീ കേരളത്തെ ഇങ്ങനെ ആർത്തിയോടെ നോക്കുന്നത്? അതെ, ആർക്കും ആരോടും എന്തും തോന്നാൻ പറ്റുന്ന അന്തരീക്ഷം, അതിമനോഹരമായ കേരളത്തിലൂടെ കുറേ ദൂരം ഇങ്ങനെ സഞ്ചരിച്ച ഞാൻ നിന്നെ പ്രേമിച്ചു പോകും എന്ന് നമ്മുടെ വിനോദിനോട് അനുഗ്രഹം എങ്ങനെ പറയാം. അതിന് മുമ്പ് നമ്മളൊരു ഡെസ്റ്റിനേഷൻ പോയിന്റിലെത്തും, 100ഉം 101ഉം. ആദ്യം 100 പോയാൽ മതി. അപ്പോഴേക്ക് വിനോദ് പറഞ്ഞു, എൻ്റെ ഫാമിലി 101ലാണ്, ഏട്ടത്തിയുടെ വീടാണ് 100. എന്തായാലും നീ ആരെയും പരിചയപ്പെടുത്തണ്ട, എല്ലാ കഥാപാത്രത്തെയും ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. ആദ്യം 100 സെഞ്ചുറി എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേക രുചിയാടോ. ആ ശരി, അല്ല നിനക്ക് എന്നാ ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യേണ്ടത്? അത് ഡേ ആഫ്റ്റർ ടുമോറോ, വിഴിഞ്ഞ് ഹാർബർ ടെർമിനൽ അല്ലേ? ആ 3 മാസം ട്രെയിനിങ്, ബിടെക് പിന്നെ എംടെക്. ഇനി എത്രയും പെട്ടെന്നൊരു ജോലി വേണം അല്ലേ? അപ്പോഴേക്കും പെണ്ണി ചോദിച്ചു, അതെ എന്തിനാ പെട്ടെന്നൊരു ജോലി? എന്താ ലീവ് എടുക്കാൻ വേണ്ടിയിട്ടാണോ അതോ എന്നെ കെട്ടിക്കാൻ വേണ്ടിയിട്ടാണോ? നിനക്ക് വേണ്ടത് കേരളത്തിൻ്റെ ഗന്ധമുള്ള മലയാളി മണമുള്ള ഒരു പയ്യനല്ലേ? സമയമുണ്ടല്ലോ, നമുക്ക് അന്വേഷിക്കാം. അപ്പോഴേക്കും നമ്മുടെ അനുഗ്രഹം പറഞ്ഞു, നീ അന്വേഷിച്ച് കണ്ടെത്തുന്നതേ നിന്നെയാണെങ്കിലും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. ഇടി, എനിക്ക് മലയാളിയുടെ മണമൊന്നുമില്ല അടി എന്ന് വിനോദ് പറഞ്ഞു. അവൾ വീണ്ടും പൊട്ടിച്ചിരിച്ചുകൊണ്ട് വീണ്ടും എഴുന്നേറ്റ് നിൽക്കുകയാണ് കേട്ടോ, കൈയും വിരിച്ച് നെഞ്ചും വിരിച്ച്. പിന്നെ കാണിക്കുന്നത് മാഷിൻ്റെ വീടാണ്. മാഷേ ചായ. സൂചിയെ ജോലിക്ക് വിടണ്ടായിരുന്നു, ഞാൻ മടുത്തു ഇരുന്ന് ഒറ്റയ്ക്കിരുന്ന്. അപ്പോഴേക്കും പ്രിയാമണിയോട് മാഷി പറഞ്ഞു, ഓ തല്ലുകൂടാനും വഴക്ക് പറയാനൊന്നും ഒരാളില്ലാണ്ട് ബുദ്ധിമുട്ടുമല്ലേ സൂചി, നീ ഇങ്ങനെ കിടന്ന് ഉറങ്ങിക്കോ, ഒരു ജോലിയൊന്നും വേണ്ടല്ലോ. ഇതായിരുന്നല്ലോ പ്രിയാമണിയുടെ സ്ഥിരം ഡയലോഗ്. സൂചി പോയപ്പോൾ ആ ഡയലോഗ് ഇപ്പോൾ പ്രസക്തി ഇല്ലാതായി. ബഹളം ഉണ്ടാക്കണമെങ്കിൽ ഞാൻ ഫ്രീയാ, എൻ്റെ തലയിലേക്ക് കയറിക്കോ. അപ്പോഴേക്കും പ്രിയാമണി ചിരിക്കുക, ഓ എൻ്റെ തലയിൽ 33 വർഷം മുമ്പ് കയറിയതല്ലേ. അതെ, ഞാൻ കയറിയപ്പോൾ തല നിറച്ച് പേനായിരുന്നു, ഇപ്പം അങ്ങനെയൊന്നും ഇല്ലല്ലോ. അതെ, തലയിൽ കയറിയ പെണ്ണിൻ്റെ ഗുണമാണ്. സത്യം പറഞ്ഞാൽ അംഗീകരിക്കണമല്ലോ. അപ്പോഴേക്കും നമ്മുടെ സുചിത്ര വന്നു. വാ മോളെ. സുജി, നീ ഇല്ലാത്തോണ്ട് ഇളയമ്മ കരച്ചിലായിരുന്നു. എൻ്റെ വില മനസ്സിലായല്ലോ അല്ലേ? പിന്നെ നീ ഇല്ലാന്ന് കരുതി എനിക്ക് ഒരു പ്രശ്നമില്ല. അപ്പോഴേക്ക് സുചിത്ര പറഞ്ഞു, നാളെ എനിക്ക് ലീവാ. ആണോ, അത് നന്നായി എന്ന് പ്രിയാമണി പറഞ്ഞപ്പോൾ, അയ്യടീ എന്തൊരു സന്തോഷം. ഞാൻ ഇളയമ്മ ഒന്ന് ടെസ്റ്റ് ചെയ്തതാ, നാളെ എനിക്ക് ലീവൊന്നുമില്ല. അല്ല, എങ്ങനെയുണ്ട് ജോലി? ഓഫീസൊക്കെ നല്ല സെറ്റപ്പാണ്. നാളെ ഒരു അസൈൻമെൻറ്റ് വെച്ച് തന്നിട്ടുണ്ട്, വലിയൊരു ഇവൻറ്റാ, അതിൻ്റെ ചാർജാ എനിക്ക്. അത് ആക്സസ് ചെയ്തിട്ടാണ് എന്നെ പെർമനൻ്റ് ആക്കുക. കൊള്ളാലോ. ആ സമയത്താണ് നമ്മുടെ ഇഷിത അങ്ങോട്ടേക്ക് വരുന്നത്. ഇഷിതയുടെ മുഖത്തൊരു സങ്കടമാണ് കേട്ടോ. എന്തേ ഇഷ? അത് പോയി, പഴയ ഓർമ്മകളൊക്കെ തിരിച്ചു കിട്ടി വെച്ചാൽ അവൻ്റെ വീട്ടിലേക്ക് മടങ്ങിയതായിരിക്കും. അപ്പോൾ പ്രിയാമണി ചോദിച്ചു, അത് നല്ല കാര്യമല്ലേ? അപ്പോഴേക്ക് നമ്മുടെ ഇഷിത അത്ഭുതത്തോടു കൂടി ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഇഷാദിൻ്റെ കാര്യം ഞാനെങ്ങനെ അറിഞ്ഞു എന്നായിരിക്കുമല്ലോ നീ ആലോചിക്കുന്നത്. മാഷി പറഞ്ഞു, അവൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അരികിലെത്തിയിട്ടുണ്ടായി കാണും. അപ്പോഴേക്ക് നമ്മുടെ മാഷ് പറഞ്ഞു, അവൻ്റെ രോഗം മാറിയല്ലോ എന്നാലോചിച്ച് മോള് സന്തോഷിക്കുക. ഞാനിപ്പോൾ അങ്ങനെയാ ആലോചിക്കുന്നത്. സുജി, നിൻ്റെ ജോലിയൊക്കെ എങ്ങനെ? പറയാറായിട്ടില്ല, ഫസ്റ്റ് ലുക്കിൽ ഓക്കെയാണ്. ആ സമയത്താണ് പുറത്ത് കോളിംഗ് ബെല്ല് കേൾക്കുന്നത്. നമ്മുടെ അനുഗ്രഹം വന്നതാട്ടോ. ഡോർ ഓപ്പൺ ആണ്, കയറി വരാം എന്ന് മാഷ് പറഞ്ഞു. അങ്ങനെ അനുഗ്രഹം കയറി വന്നു. പക്ഷേ അനുഗ്രഹം ഇവിടെ ആർക്കും പരിചയമില്ലല്ലോ. എന്തായാലും നമ്മുടെ അനുഗ്രഹ സുചിത്രയ്ക്കൊരു മുട്ടം പാരയാണ് കേട്ടോ. അനുഗ്രഹ കൈയും കെട്ടി വന്നിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇവർക്കാണെങ്കിൽ മനസ്സിലായില്ല ഇതേ ആരാണ് എന്ന്. എന്നെ ആർക്കും മനസ്സിലായില്ല? എനിക്കെല്ലാവരെയും അറിയാം. ഇത് മാഷച്ചൻ, ഇത് അമ്മ. അമ്മയ്ക്കും അറിയില്ല? എൻ്റെ പൊന്നമ്മയൊന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് അറിഞ്ഞൂടാ. കിട്ടുന്നില്ല അല്ലേ? ഓ ഇത് സുജിക്ക് അറിയോ എന്നെ? ഇന്ന് ജോലിക്ക് പോയിട്ട് വന്നല്ലേ? പിന്നെ ഇഷിത ചേച്ചി, ഡോക്ടർ ചേച്ചി, മഹേഷ് ഏട്ടനൊന്നും പറഞ്ഞില്ലേ? അനുഗ്രഹ ഫ്രം ഡൽഹി എന്ന് ഇഷിത ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, യെസ്, എന്നാൽ ഇനി ഞാൻ പരിചയപ്പെടുത്താം. മഹേഷിൻ്റെ കമ്പനിയുടെ അഡ്വൈസർ അരുന്ധതി മാമിൻ്റെ മകൾ ഇവിടെ ഒരു ട്രെയിനിങ്ങിനായിട്ട് വന്നതാ. അല്ല, വിനോദ് പിക്ക് എന്നാണല്ലോ പറഞ്ഞത്. അവൻ കൂടെ ഉണ്ട്. അമ്മയ്ക്ക് ഇപ്പം മനസ്സിലായോ? മനസ്സിലായി വരുന്നു എന്ന് പ്രിയാമണി പറഞ്ഞു. എൻ്റെ പൊന്നമ്മയെ കാണാൻ എന്താ ഭംഗി. നമ്മുടെ മാഷൊക്കെ വായും പൊളിച്ചിങ്ങനെ നിൽക്കുക.
എപ്പോഴും സാരിയിലല്ലേ? സാരിയിലമ്മ സൂപ്പറാണല്ലോ. മാഷ് തല കുലുക്കുക കേട്ടോ. അമ്മ ഈ കമ്മൽ മാറ്റിയിട്ടേ കുറച്ചുകൂടെ വലുതിടണം, അപ്പം ഇച്ചിരി കൂടെ നന്നായിരിക്കും. അല്ല, ഞാൻ തന്നെയാണല്ലോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതെന്താ ആരും ഒന്നും മിണ്ടാത്തേ? അപ്പോഴേക്കും നമ്മുടെ മാഷ് പറഞ്ഞു, അനുഗ്രഹയുടെ മൈക്കൊന്ന് ഓഫ് ചെയ്താലല്ലേ ഞങ്ങൾക്ക് തുടങ്ങാൻ പറ്റുള്ളൂ. പ്രിയാമണി, കുടിക്കാൻ എന്തെങ്കിലും എടുക്കുക. അയ്യോ വേണ്ട, ഞാനും വിനോദും വരുന്ന വഴിക്ക് കാപ്പി കുടിച്ചു. അതൊന്നും സുചിത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. മോളിവിടെ എത്ര ദിവസം ഉണ്ടാവും? 3 മാസം. അമ്മ വിളിച്ചോ, ഞാൻ എപ്പോൾ വേണമെങ്കിലും വരാം. അപ്പോഴേക്കും നമ്മുടെ ഇഷിത പറഞ്ഞു, മഹേഷ് ഹോസ്റ്റലൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഹോസ്റ്റലായാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങാം, അമ്മയ്ക്കൊരു കമ്പനി ആവുമല്ലോ. അപ്പോഴാണ് നമ്മുടെ വിനോദ് കയറി വരുന്നത്. വിനോദ് വന്നപടി ഇവള് ഓടിച്ചെന്ന് വിനോദിനെ അങ്ങ് കെട്ടിപ്പിടിക്കാൻ കേട്ടോ. അനുഗ്രഹ, ഇവനാണ് എൻ്റെ ചങ്ക്, നീ എല്ലാവരെയും പരിചയപ്പെട്ടോ? ആ, പരിചയപ്പെട്ടിട്ടാണല്ലോ ഇങ്ങോട്ടേക്ക് വന്നത്. എനിക്ക് എല്ലാവരെയും ഇഷ്ടമായി. നമ്മുടെ സുചിത്ര മോന്തം വീർപ്പിച്ച് നിൽക്കുക കേട്ടോ. എന്താ സുചിക്കൊരു ഇഷ്ടമില്ലായ്മ? ഏയ് അങ്ങനെയൊന്നുമില്ല. പെട്ടെന്ന് വിനോദ് പറഞ്ഞു, നമുക്ക് 101 പോണ്ടേ? ആ പോണം. അച്ഛാ, നാളെ ഞാൻ ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യാണ്, അച്ഛൻ എന്നെ അനുഗ്രഹിക്കണം. അനുഗ്രഹിക്ക് എന്തിനെ അനുഗ്രഹം? പേരിൽ തന്നെ അനുഗ്രഹം ഉണ്ടല്ലോ. അങ്ങനെ കാലേ തൊട്ട് തൊഴുകയാണ് നമ്മുടെ അനുഗ്രഹ. നന്നായി വരട്ടെ എന്ന് പറഞ്ഞു മാഷും പ്രിയാമണിയൊക്കെ കാലേ തൊട്ട് തൊഴുന്ന സമയത്ത് അനുഗ്രഹിക്കുക. നാളെ രാവിലെ പൂജാമുറിയിൽ മോൾക്കായിട്ട് അമ്മ ഒരു സ്പെഷ്യൽ വിളക്ക് വയ്ക്കും. എന്നാൽ വാ വിനോദേ, നമുക്ക് പോകാം എന്നും പറഞ്ഞ് അവൻ്റെ കയ്യെ തൂങ്ങിപ്പോവുക കേട്ടോ. അല്ല, അനുഗ്രഹയുടെ പഠനമോ എന്ന് മാഷ് ഇങ്ങനെ ഇഷിതയോട് ചോദിക്കുക. അപ്പോൾ ആ ബിടെക് കഴിഞ്ഞ് എംടെക് എടുത്തു, ഇവിടെ വിഴിഞ്ഞ ഹാർബറിൽ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് വന്നതാ. നല്ല മോളാ എന്ന് നമ്മുടെ പ്രിയാമണി പറഞ്ഞപ്പോഴേക്ക് സുചിത്ര പറഞ്ഞു, ഓ ഇളമയ്ക്ക് ആരെ കണ്ടാലും അങ്ങ് ഇഷ്ടമാകും, അടുത്ത് കഴിയുമ്പോഴേ അറിയത്തുള്ളൂ. അപ്പോഴേക്ക് നമ്മുടെ മാഷ്, സുചിത്രയ്ക്ക് കുശുമ്പായി. നമ്മുടെ ഇഷിത പതുക്കെ സുജിയുടെ ചെവി ചോദിച്ചേ, അതെ വിനോദിനെ അവൾ അടിച്ചുകൊണ്ട് പോവോ? എന്നാൽ ഞാൻ അവൻ്റെ തല വെട്ട് നോക്കിക്കോ എന്നും പറഞ്ഞ് സുജി ഇങ്ങനെ നിൽക്കുക കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ രാമനാഥനും മഞ്ജിമയും അതുപോലെ സ്വപ്നവല്ലിയും. ഒരു ചായ എടുക്കാൻ പറഞ്ഞിട്ട് സമയം എത്രയായി സ്വപ്നം? ഓ ഇപ്പം തരാം. ആ സമയത്താണ് നമ്മുടെ അനുഗ്രഹം കയറി വരുന്നത്. ഹായ് എന്നും പറഞ്ഞിട്ട് അനുഗ്രഹം ഭയങ്കര സന്തോഷത്തോടെ കയറി വരിക. എന്നെ മനസ്സിലായില്ലല്ലോ അല്ലേ? അതെ, ആദ്യം മനസ്സിലാക്കുന്ന ആൾക്ക് ഞാനൊരു സമ്മാനം തരാം. മഞ്ജിമയ്ക്ക് അന്തം വിട്ടിങ്ങനെ നിൽക്കുക കേട്ടോ. കിട്ടിയില്ല നിങ്ങൾക്ക്? അപ്പോഴേക്ക് നമ്മുടെ വിനോദും വന്നു അങ്ങോട്ടേക്ക്. വിനോദേ, അച്ഛനും അമ്മയ്ക്കും ചേച്ചിക്കും മനസ്സിലായില്ല. അമ്മ ഇത് ഏട്ടൻ പറഞ്ഞ അനുഗ്രഹ, അരുന്ധതി മേഡത്തിൻ്റെ മകളോ? മഹേഷിൻ്റെ കമ്പനിയുടെ അഡ്വൈസറിൻ്റെ മകൾ എന്നൊക്കെ രാമനാഥൻ്റെ സ്വപ്നവും കൂടി ഇങ്ങനെ ചോദിക്കുകയാണ്. അച്ഛൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതി എക്സിക്യൂട്ടീവ് സ്റ്റൈലായിരിക്കുന്നു. പേര് പോലെ തന്നെ നാടൻ ലുക്ക് എനിക്കിഷ്ടമായി. അച്ഛനെക്കുറിച്ച് മഹേഷേട്ടൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അച്ഛാ എന്നെ അനുഗ്രഹിക്കണം കേട്ടോ എന്നും പറഞ്ഞ് കാലേ തൊട്ട് തൊഴുതു കേട്ടോ. നമ്മുടെ സ്വപ്നവല്ലി, സ്വപ്നവല്ലി അമ്മയെക്കുറിച്ച് എപ്പോഴും മഹേഷേട്ടൻ പറയുമായിരുന്നു. ആണോ? ആ, അമ്മയുടെ സ്നേഹം, അമ്മ വളർത്തിയത്, അമ്മയുടെ ആഹാരത്തിൻ്റെ ടേസ്റ്റ് എന്തു പറഞ്ഞാലും അമ്മയിൽ കൊണ്ടെത്തിക്കും. അമ്മയെ കണ്ടപ്പോഴാണ് മനസ്സിലായത് അമ്മയുടെ നോട്ടത്തിൽ പോലും സ്നേഹമാണെന്ന്. ഓ, സ്വപ്നവല്ലിക്ക് അങ്ങ് ഒത്തിരി ഇഷ്ടമായി. അവിടെ ഇരുന്ന് ഒരു സ്വീറ്റ് മിഠായി എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത് ഞാൻ വരുന്നു പറഞ്ഞ് വാങ്ങി വെച്ചതാണോ? ആ അതെ. അല്ല പിന്നെ എന്തൊക്കെയാണ് മഹേഷ് എന്നെക്കുറിച്ച് പറഞ്ഞത്? പഠിക്കുന്ന കാലത്ത് വെളുപ്പിനെ അമ്മ പഠിക്കാൻ തട്ടി വിളിക്കും, മഹേഷ് ചേട്ടൻ്റെ കൂടെ ഇരിക്കും, ചായ ഉണ്ടാക്കി കൊടുക്കും. അമ്മയായിരുന്നു മഹേഷ് ചേട്ടൻ്റെ ദൈവം എന്നാ പറഞ്ഞിട്ടുള്ളത്. ആണോ? നമ്മൾ ഒരു സീറ്റോടെ പിടിച്ചോ എന്നും പറഞ്ഞ് അവരോടെ കൊടുത്തു. അല്ല, ഞാൻ അമ്മയെക്കുറിച്ച് കേട്ടറിഞ്ഞപ്പോൾ കരുതിയതേ ഒരു 60 വയസ്സ് പ്രായം കാണുന്ന. നമ്മുടെ മഞ്ജിമയ്ക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നിട്ടില്ല കേട്ടോ. മഞ്ജിമയ്ക്കും രാമനാഥന് മനസ്സിലായി ഇവൾ ഇച്ചിരി പൊക്കാണെന്നൊക്കെ. ഒരു ഇച്ചിരി ഓവർ സ്മാർട്ട് ആണോ എന്ന് രാമനാഥൻ്റെ ഒരു സംശയമില്ലാതില്ല. രാമനാഥൻ്റെ നോട്ടത്തിൽ നിന്ന് നമുക്കറിയാം രാമനാഥൻ്റെ മനസ്സിൽ അങ്ങനെയാണ്. നമ്മുടെ അനുഗ്രഹം പറഞ്ഞു, അയ്യോ കാണാനൊരു 35 അത്രേ പറയത്തുള്ളൂ. സത്യം. അമ്മ സൗന്ദര്യ മത്സരത്തിനൊക്കെ പങ്കെടുക്കണം, സമ്മാനം ഉറപ്പാ. മോള് ഈ മിഠായും കൂടെ പിടിച്ചോ എന്നും പറഞ്ഞ് അതുകൂടെ അങ്ങോട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് മഞ്ജിമയുടെ അരികിലേക്ക് പോവുക അനുഗ്രഹ. മഞ്ജിമേച്ചി എന്താ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നത്? കൈലാസേട്ടൻ്റെ കാര്യം ഓർത്തൊന്ന് വിഷമിക്കണ്ട കേട്ടോ. ഞാനും വിനോദിനും കൂടി ആളെ പൊക്കാൻ തീരുമാനിച്ചു. മഹേഷ് ഏട്ടൻ്റെ ചേച്ചിയാന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിപ്പോൾ വിനോദിൻ്റെ അനിയത്തിനെ തോന്നുള്ളന്നേ. ആണോ എന്നും പറഞ്ഞ് മഞ്ജിമയും വീണു കേട്ടോ അവളുടെ ചാക്കിനകത്ത്. അതെ, ഞാൻ നാളെ ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യാം, അമ്മ എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് അമ്മയുടെ അനുഗ്രഹവും വാങ്ങിച്ചു. നീ നല്ല വിനയുള്ള കുട്ടിയാ, എല്ലാ ഐശ്വര്യവും അമ്മ നേരുന്നു. ഞാൻ പോയി വരാം, ഒന്നും കഴിച്ചില്ലല്ലോ എന്ന് സ്വപ്നം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതെ അമ്മയെ കണ്ടപ്പോൾ തന്നെ എൻ്റെ വയറ് നിറഞ്ഞു. അപ്പോൾ വിനോദ് പറഞ്ഞു, എന്നാൽ ഞാൻ കൊണ്ടുവിട്ടിട്ട് വരാം, ചിലപ്പോൾ ഞാനിങ്ങ് പോരും ഇവിടെ താമസിക്കാനായിട്ട് എന്ന് അനുഗ്രഹം പറഞ്ഞു. എന്നിട്ട് വിനോദിനോടൊപ്പം അനുഗ്രഹം പോവുകയാണ്.
രാമനാഥൻ പറഞ്ഞു, ചിപ്പിക്ക് വാങ്ങിച്ചു വെച്ച ചോക്ലേറ്റൊക്കെ തീർന്നു. ഓ എന്ത് നല്ല മോളാല്ലേ എന്ന് സ്വപ്നവലി. എടോ താൻ രണ്ട് വീട്ടിലും എന്ത് പെർഫോമൻസ് ആയിരുന്നടോ എന്ന് വിനോദ് അനുഗ്രഹയോട് പുറത്തിറങ്ങിയിട്ട് ചോദിക്കുക. ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയല്ലേ, ഫാമിലി അറ്റ്മോസ്ഫിയർ എൻ്റെ വീക്ക്നെസ് അല്ലേ. എനിക്കത് ആസ്വദിക്കാൻ കഴിയാതിരുന്നത് കൊണ്ട് ഒരു ജോയിൻറ്റ് ഫാമിലി ആണെങ്കിൽ എന്ത് രസമായിരിക്കും. മുത്തശ്ശൻ, മുത്തശ്ശി, അമ്മ, അച്ഛൻ, സഹോദരങ്ങൾ, പേരക്കുട്ടികൾ, ഇതെല്ലാം എൻ്റെ സ്വപ്നത്തിൽ മാത്രമാണ്. താൻ സീരിയസ് ആയിട്ടാണോടോ? ആ, ഒരു സാങ്കല്പിക കൂട്ടുകുടുംബത്തിലൂടെയാണ് ഞാൻ സങ്കല്പിക്കുക. അപ്പോൾ വിനോദ് പറഞ്ഞു, തന്നെ എല്ലാവർക്കും ഇഷ്ടമായിടോ, എന്നാൽ ഒരു അക്കോമഡേഷൻ വാങ്ങി താന്നേ, 100-ലോ 101-ലോ. ഇന്ന് എന്തായാലും നീ ഹോസ്റ്റലിലോട്ട് പോകും, അതിനുശേഷം നമുക്ക് ആലോചിക്കാം, ഏട്ടനോട് സംസാരിക്കാം കേട്ടോ. എന്നാൽ നമുക്ക് പോയാലോ, എന്തായാലും നമുക്കൊരു സെൽഫി എടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ ഒരു സെൽഫി എടുക്കാനായിട്ട് തുടങ്ങുന്നത്. അപ്പോഴാണ് നൂറിൽ നിന്ന് സുചിത്ര ഇറങ്ങി വരുന്നത്. സുചിത്ര കാണുന്നത് രണ്ടും കൂടെ സെൽഫി എടുത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്. സുചിത്രയെ കണ്ടതും നമ്മുടെ വിനോദിന് മനസ്സിലായിട്ടോ സുചിത്ര മോന്ത് വീർപ്പിച്ചിരിക്കുകയാണെന്ന്. അനുഗ്രഹയ്ക്ക് മനസ്സിലായി. എന്താ സുചി മുഖത്തെ ബൾബൊക്കെ അങ്ങോട്ട് അണഞ്ഞത്? അതെ, ഞാൻ അനുഗ്രഹം ഒന്ന് ഹോസ്റ്റലാക്കിയിട്ട് വരാം. ഞാനും വരാം എന്ന് സുചിത്ര പറഞ്ഞപ്പം അനുഗ്രഹ പറഞ്ഞു, താങ്ക് യു, ഞാനും വരാം, ഒരു കമ്പനി ആവുമല്ലോ. അങ്ങനെ 3 പേരും കൂടിയാണ് ഹോസ്റ്റലിലേക്ക് പോകുന്നത്. വണ്ടിയിൽ ഇരുന്നിട്ട് പറയുകയാണ് നമ്മുടെ വിനോദിനോട് അനുഗ്രഹം, ലേഡീസ് ഹോസ്റ്റലിൽ എനിക്ക് താല്പര്യമില്ല എന്ന് മഹേഷിനോട് ഞാൻ പറഞ്ഞതാ. എനിക്കൊരു ഫാമിലി അറ്റ്മോസ്ഫിയറാണ് വേണ്ടത്, പ്രിയാമണി അമ്മയുടെ വീട് പോലെ. അവിടെ ഹൗസ്ഫുള്ളാ എന്ന് സുചിത്ര പറഞ്ഞപ്പോൾ ഏട്ടൻ എന്തെങ്കിലും അറേഞ്ച്മെൻറ്റ് ഉണ്ടാക്കി തരും. ഞാൻ പ്രിഫർ ചെയ്യുന്നത് 100. എന്നാൽ നിന്നെ ഞാൻ കുഴിച്ചു മൂടൂടി എന്ന് സുചിത്ര ഇങ്ങനെ പറയാണ്. വിനോദേ, നിനക്ക് ഓർമ്മയുണ്ടോ നമ്മുടെ ഫസ്റ്റ് മീറ്റ്? വിനോദ് അത് ഓർത്തിരിക്കാനോ, ഇവന് വേറെ പണിയില്ലേ എന്ന് സുചിത്ര പുറകിരുന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും വിനോദ് പറഞ്ഞു, അല്ല ഞാൻ ഓർക്കുന്നുണ്ട്. ആ എനിക്കറിയാം, ഇവന് നല്ല മെമ്മറി പവറാ. എവിടാന്ന് പറഞ്ഞേ? കാശ്മീരി വെച്ചിട്ട്. ആ എനിക്ക് ആ സീൻ ഓർത്താൽ ഇപ്പോഴും ചമ്മലാടാ വിനോദേ. ഞാനും ഫ്രണ്ട്സും, നീ നിൻ്റെ ചോട്ടാ നേതാക്കളും. സുചിത്രയാണെങ്കിൽ ദേഷ്യം വന്നിരിക്കുക. ഞാൻ ഫസ്റ്റ് ടൈമാ താജ്മഹലിൽ. അതെ, അതിന് മുമ്പിൽ മാർബിൾ കണ്ട വെള്ളം പോലെ കിടക്കുക. വെള്ളം എന്ന് കരുതി ഞാൻ തുണി പൊക്കി പിടിച്ചു. ഇവൻ സൈഡിൽ നിന്ന് പറഞ്ഞു, അധികം പൊക്കണ്ട, വെള്ളമല്ല മാർബിളാണ്. ഫസ്റ്റ് മീറ്റ് പ്ലേസ് പ്രണയത്തിൻ്റെ കൊട്ടാരത്തിലാടാ. മുംതാസിനായുള്ള പ്രണയ സൗധം. ഷാജഹാൻ മുംതാസിനെ എന്തുമാത്രം ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോഴേക്കും ഷാജഹാൻ മുംതാസിനെ പ്രേമിച്ചിട്ടില്ല എന്ന് സുചിത്ര. ഇല്ലേ? ആ, ഷാജഹാൻ പ്രണയിച്ചത് മറ്റൊരു സ്ത്രീയാ. മുംതാസ് ഷാജഹാനെ വള്ളഞ്ഞിട്ട് പ്രണയിക്കുകയായിരുന്നു. വള്ളഞ്ഞിട്ട് ദേഷ്യം വന്ന് ഷാജഹാൻ സ്നേഹിച്ചിരുന്ന ആ സ്ത്രീയെ മുംതാസിനെ തല്ലിക്കൊന്നതാ. ആ അങ്ങനെ തന്നെയാ. ആ സ്ത്രീയെ രക്ഷിക്കാനായിട്ട് നാട്ടുകാരെ പറ്റിക്കാനാ താജ്മഹൽ പണിതത്. അപ്പോഴേക്കും ഈ പെണ്ണ് ചോദിച്ചു, ആരാ സ്ത്രീ? അതൊക്കെ ചരിത്രമല്ലേ, പിന്നിലേക്ക് നോക്കണം. എന്തായാലും പിന്നിലേക്ക് നോക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നിലാണ് നമ്മുടെ സുചിത്ര ഇന്ന് യാത്ര ചെയ്യുന്നത്. ഇവള് മുൻസീറ്റിലാണ്. എന്തായാലും നമ്മുടെ വിനോദിൻ്റെ കാര്യം മനസ്സിലായിട്ടെ. വിനോദ് ചിരിക്കുക. എന്തായാലും എനിക്ക് കേരളത്തിൽ തന്നെ ഒരു ജോലി വേണം, എനിക്ക് അതാണ് നെക്സ്റ്റ് പ്ലാൻ. ഒന്നുമില്ലെങ്കിലും നീ അടുത്തുണ്ടാവുമല്ലോ. എൻ്റെ മരണം എൻ്റെ കൈകൊണ്ട് തന്നെയാടീ എന്ന് സുചിത്ര ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഹോസ്റ്റലിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അനുഗ്രഹം ചോദിച്ചു, വിനോദേ എന്നെ ഹോസ്റ്റലിലാക്കിയിട്ട് നീ രക്ഷപ്പെടാൻ പോവുകയല്ലേ, നീ ഓടി രക്ഷപ്പെടാൻ പോവുകയല്ലേ? അപ്പോഴേക്കും ഇത് കേട്ടിട്ട് സുചിത്ര പറഞ്ഞു, എന്നാൽ വിനോദേ നീ ഒരു കാര്യം ചെയ്യുക, ലേഡി ഹോസ്റ്റലിലെ ഒരു അഡ്മിഷൻ എടുക്കുക. അനുഗ്രഹേ, നീ എന്തൊക്കെയാണ് പറയുന്നത്? നിന്നെ ലേഡീസ് ഹോസ്റ്റലിൽ എത്തിക്കുക എന്നതല്ലേ വിനോദിൻ്റെ ജോലി? സുജി, ഇത് ഞാനും വിനോദുമായിട്ടുള്ള പേഴ്സണൽ കാര്യമാണ്. ഇവനും ഞാനും അങ്ങനെ ഒരു ബന്ധമുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുചിത്രക്ക് കോലി വരുന്നേ. അങ്ങനെ എല്ലാവരും ഇറങ്ങി. ആ സുചിത്രയോട് വിനോദ് ചോദിച്ചു, നീ വരുന്നോ? ബുദ്ധിമുട്ടാവുമോ നിങ്ങൾക്ക് എന്ന് സുചിത്ര ചോദിച്ചപ്പോഴേക്കും, ആ അത് ചിലപ്പോൾ ആകും, എന്നാൽ ഞാൻ വരാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുചിത്ര വിനോദിൻ്റെ അനുഗ്രഹയുടെയും പുറകെ വരികയാണ്. അങ്ങനെ ഹോസ്റ്റലിൽ ഒരു സിസ്റ്ററാണ് കേട്ടോ. ഒരു അഡ്മിഷൻ പറഞ്ഞിരുന്നു മഹേഷ് ചന്ദ്രൻ. അനുഗ്രഹ ഫ്രം ഡൽഹി. ആ അതെ, ദാ എന്നും പറഞ്ഞൊരു പേപ്പറൊക്കെ കൊടുക്കുക, ഈ ഫോമൊക്കെ ഒന്ന് ഫില്ല് ചെയ്തേ. ഹോസ്റ്റലിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഞാൻ മഹേഷ് ചന്ദ്രൻ സാറിന് അയച്ചു കൊടുത്തിരുന്നു എന്ന് മദർ ഇങ്ങനെ പറഞ്ഞപ്പം അതൊക്കെ ഞാൻ വായിച്ചിരുന്നു. അതിൻ്റെ ഫോർമാറ്റും ഇതിൻ്റെ ബാക്കിലുണ്ട്, അതും ഒന്ന് സൈൻ ചെയ്യണം. എവിടെയാണ് തൻ്റെ ട്രെയിനിങ്? വിഴിഞ്ഞ് ഹാർബറിൽ. എത്ര മണിക്ക് മടങ്ങിയെത്തും? 7-ന് ശേഷം എത്താൻ പറ്റുള്ളൂ. 8 മണി വരെ ഇവിടെ പ്രവേശനമുള്ളൂ. അത് വൈകിയാൽ ഞാൻ മഹേഷിൻ്റെ വീട്ടിലേക്ക് പൊക്കോളാം. ലല്ല ലോക്കറ്റ് ഗാർഡിയൻ വിനോദാണോ? അതെ, വിനോദിനെ മാത്രമേ അനുഗ്രഹ കാണാനായിട്ട് അനുവാദമുള്ളൂ. മതി. ഇത് കേട്ടിട്ട് സുചിത്രയ്ക്ക് കൊല്ലി വരുന്നുണ്ട്.
എന്തായാലും സുജിത്ത് മോന്തെ വീർപ്പിച്ചിങ്ങനെ നിൽക്കാം. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. സി ഓക്കെ, താങ്ക് യു.